പ്രഗ്നൻസിയിൽ നമ്മൾ ഒരു പേഷ്യൻ്റ് വരുമ്പോൾ എപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് എനിക്കെപ്പോഴും നടുവേദന? പ്രഗ്നൻസിയിൽ ലോ ബാക്ക് ഏക്ക് വരുന്നത് ഒത്തിരിയേറെ ഫിസിയോളജിക്കൽ ചേഞ്ചസ് നമ്മളിൽ നടക്കുന്നത് കൊണ്ടാണ്. പ്രധാനമായും നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് പ്രഗ്നൻസി. വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത് നമ്മുടെ നടുവേദനയ്ക്ക് ഒരു കാരണമാണ്. രണ്ടാമത്തേതായി ഒത്തിരിയേറെ ഹോർമോൺ ചേഞ്ചുകളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് ഈ പ്രഗ്നൻസി സമയത്തുണ്ടാകുന്ന റിലാക്സിൻ, പ്രൊജസ്ട്രോൺ പോലെയുള്ള ഹോർമോണുകൾ ജോയിൻറ്റുകളെ റിലാക്സ് ചെയ്യിപ്പിക്കുകയും നമുക്ക് ലോ ബാക്ക് ഏക്കിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ സ്പൈനിന് ലംബാർ ലോർഡോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് കാരണം നടുവിന് ചെറുതായി ഒരു വളവുണ്ടാവുകയും അതും നമ്മുടെ നടുവേദനയ്ക്ക് കാരണമാവുകയും ചെയ്യും. ഇനി ഇതിനെ എങ്ങനെ തരണം ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. ഒന്നാമതായി നമ്മുടെ പോസ്ചർ കറക്ഷനാണ് ഇതിന് വേണ്ടത്. നട്ടെല്ല് നിവർത്തിയിരിക്കുക, നെക്ക് ന്യൂട്രലാക്കി വെക്കുക, ഇതെല്ലാം നമുക്ക് നമ്മുടെ ബാക്ക് പെയിൻ കുറയാനായിട്ട് സഹായിക്കുന്നതാണ്. ഉറങ്ങുന്ന സമയത്ത് നമ്മൾ പ്രഗ്നൻസി പില്ലോയുടെ സപ്പോർട്ടോടു കൂടി ഉറങ്ങുന്നത് നമ്മുടെ ഈ ബാക്ക് പെയിൻ കുറയ്ക്കാനായി ഒരു പരിധിവരെ സഹായിക്കും. ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻ യൂസ് ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ മൂവ് പോലെയുള്ള മരുന്നുകൾ വാങ്ങി പുരട്ടുന്നതിലൂടെ കുട്ടിക്ക് ദോഷകരമാകാവുന്ന കണ്ടന്റുകളുള്ള മെഡിസിനുകൾ ഉണ്ടാകാം. അതുകൊണ്ട് ഓവർ ദ കൗണ്ടർ യൂസ് ഉപയോഗിക്കാതിരിക്കുക. എപ്പോഴും നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് അതിന് അനുയോജ്യമായ മരുന്നുകൾ കഴിക്കാൻ മാത്രം ശ്രദ്ധിക്കുക. ചെറിയ രീതിയിലുള്ള സ്ട്രെച്ചിങ് എക്സസൈസുകളോ യോഗ പോലെയുള്ള കാര്യങ്ങളോ ചെയ്യുന്നത് വഴിയും നമുക്ക് ഈ ബാക്ക് പെയിൻ ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റുന്നതാണ്.